തട്ടിപ്പിന്റെ വിജിലൻസ് റിപ്പോർട്ട് കയ്യിലിരിക്കെ തിരുനക്കര അസിസ്റ്റന്റ് കമ്മീഷണറായി. അവിടെ അത്താഴക്കഞ്ഞി തിരിമറി ആരോപണം, ആന എഴുന്നള്ളത്തിൽ ഉടായ്പെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. അത് കഴിഞ്ഞ് പ്രൊമോഷനാണ് കേട്ടോ. പ്രൊമോഷനായിട്ട് വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ആവുന്നത് മുരാരി. പിന്നെ ശബരിമല. ശക്തമായ നടപടിയെടുക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടൊരുത്തൻ തട്ടിപ്പിന്റെ അശ്വമേധം തുടരുന്നുവെങ്കിൽ മുരാരിക്ക് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്, 100% ഉറപ്പ്. ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ ഹാഷ്മി, സാധാരണഗതിയിൽ ഏറ്റവും നല്ല ഇൻട്രോ പറയുന്ന ഹാഷ്മിയാണ്. പക്ഷെ ഈ വിഷയത്തിലെ ഏറ്റവും മികച്ച ഇൻട്രോ ഹാഷ്മിയേക്കാൾ ബൊംബാസ്റ്റിക് ആയിട്ട് ഹൈക്കോടതിയാണ് ചെയ്തത്. ആ ഹൈക്കോടതി ചെയ്ത ഇൻട്രോയിലെ 1-2 വരികൾ വായിക്കാം. അത് കാര്യം, സാധാരണ കോടതി വിധികളിൽ ഇത്രയും ശക്തമായ പ്രയോഗങ്ങൾ ഉണ്ടാകാറില്ല. ഇതുവരെ മാധ്യമങ്ങൾ കൊള്ളാന്നൊക്കെ പറഞ്ഞതിനെ ഹൈക്കോടതി സാധൂകരിച്ച് ആദ്യ പാരഗ്രാഫിൽ ഹീസ്റ്റ് ആൻഡ് പ്ലണ്ടറിംഗ് ഓഫ് ഗോൾഡ് ഫ്രം ദി ഗോൾഡ് കാർഡ് ദ്വാരപാലകാസ്, അതായത് നടന്നത് കൊള്ളയും കവർച്ചയുമാണ് എന്ന്, ഡക്കോയിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹൈക്കോടതി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സീരിയസ് ആയി കാണും. തീർന്നില്ല. അടുത്ത 3-ാമത്തെ പാരാഗ്രാഫിൽ ഹൈക്കോടതി എത്തുമ്പോൾ ഇതാണ് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം. ഇത് ഒരു എക്സ്ട്രാ ഓർഡിനറി കേസാണെന്നും ഞങ്ങൾ, അതായത് ആദ്യം തന്നെ ഞങ്ങൾ പറയട്ടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ എക്സ്ട്രാ ഓർഡിനറി കേസിൽ ഈ നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിലാണ്, വളരെ മെഷേർഡ് ആണ്, വെൽ കൺസിഡേർഡ് ആണ്. അയ്യപ്പന്റെ സ്വർണം അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്. സേക്രഡ് വാല്യൂബിൾസ് ഓഫ് അയ്യപ്പ എടുത്തുകൊണ്ട് പോകുന്നത്. സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം കട്ടവനെ പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, 100% ആ രീതിയിൽ പോകുമെന്ന് കോടതി വിധിയിൽ ഓറൽ ഒബ്സർവേഷൻസ് പോലുമല്ല, വളരെ സ്ട്രോങ് ആയി ഹൈക്കോടതി എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതൊരു കണ്ടിന്യൂയിങ് കോൺസ്പിറസി ആണെന്ന് നമുക്കറിയാം. പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ എന്താ ഇൻ ഇഫക്റ്റ് സംഭവിച്ചത്? ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ തീരുമാനിച്ചു. ഗോൾഡ് ക്ലാഡിങ്ങിന് 1.5 കിലോഗ്രാം സ്വർണം, ഗോൾഡ് പ്ലേറ്റിംഗിന് 361 ഗ്രാം സ്വർണം. ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റാനും വിജയമല്യ തന്ന 30.3 കിലോഗ്രാം ഇനെ ഗോൾഡ് പ്ലേറ്റ് ആക്കി ബാക്കി സ്വർണം അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇതിന്റെ ഡിവൈൻ വാല്യൂ കൂടെ കണക്കിലെടുത്ത് ശതകോടികൾക്ക് അല്ലെങ്കിൽ 100 കണക്കിന് കോടികൾക്ക് മറിച്ച് വിൽക്കാനോ ആണ് ഇവർ തീരുമാനിച്ചത്. ഏറ്റവും സിമ്പിൾ. ഇനി 2 ഉത്തരവാദിത്തം ആർക്കാ? ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. ഇയാളെ പോറ്റിന്ന് വിളിക്കുന്നതിന് എനിക്ക് വിഷമമാണ്. ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. മുരാരി ബാബു വെറും കൈയാണ്. തല ആരാണ്? ഈ തല എന്ന് പറയുന്ന പോളിസി ഡിസിഷൻ ചെയ്യുന്നത് ദേവസ്വം ബോർഡും അനുബന്ധ സ്ഥാപനം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ. അതിനെ ഇപ്പൊ മുരാരി ബാബു പറഞ്ഞ കോൺഫിഡൻസ് കണ്ടില്ലേ, അതിനെ ചെമ്പ് കണ്ടു എന്ന്. ഗോൾഡ് ക്ലാഡഡ് സാധനത്തിൽ മുരാരി ബാബു എങ്ങനെയാ ചെമ്പ് കാണുന്നത്? മുരാരി ബാബു അടക്കം ഇത്രയും കോൺഫിഡന്റ് ആയി കള്ളം പറയുന്നത് തന്നെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വത്തിന്റെ ആൾക്കാർ അവരെ രക്ഷിക്കുമെന്ന് പറയാനാണ്. ഇനി ഒരു കാര്യം കൂടെ, ജയശങ്കർ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം പറയാം. ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഒരിക്കൽ മുത്തശ്ശൻ കണ്ടൊരു മഹേശ്വരോടൊപ്പം മേൽശാന്തി നിയമനത്തിൽ നിന്നിട്ടുണ്ട്. അന്നിരുന്ന ദേവസ്വം ബോർഡിലെ ആൾക്കാർ ടാബുലേഷൻ, അതായത് എല്ലാവർക്കും മാർക്കിട്ട് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ചായ കുടിക്കാൻ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പം ടാബുലേഷന്റെ പേപ്പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി പറഞ്ഞു, ഞങ്ങൾ ടാബുലേറ്റ് ചെയ്തോളാം, അങ്ങ് ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത ദിവസം റിസൾട്ട് വന്നപ്പോ മാർക്ക് കൊടുക്കാത്ത അല്ലെങ്കിൽ കുറവ് മാർക്ക് ഇട്ടിരുന്ന പലർക്കും സെലക്ഷൻ കിട്ടുകയും ചെയ്തു. 40-50 ലക്ഷം രൂപയും മേടിച്ചാണ് പലപ്പോഴും അവിടെ ഈ വിൽപ്പന നടന്നിട്ടുള്ളത്. അത് ക്ലീനപ്പ് ചെയ്ത വലിയൊരു പരിധി വരെ ദേവസ്വം മന്ത്രി ജി സുധാകരനും മുത്തശ്ശൻ അന്ന് ഹൈക്കോടതിയിൽ ഒരു ഒബ്സർവറെ വേണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഹൈക്കോടതിയുടെ ഒബ്സർവറും കൂടെ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കള്ളം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, അതായത് കൃത്യം പറഞ്ഞാൽ നമ്മുടെ കൊള്ളക്കാർ, ചമ്പൽ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന ഒരു ദേവസ്വം മാഫിയ ഉണ്ടെന്നുള്ള സത്യമാണ്. അതായത് ഞാൻ അടുത്ത പറയുന്ന ഡോക്യുമെന്റഡ് ഫാക്ട് ആണ്. ചമ്പൽ കൊള്ളക്കാർ അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. ചമ്പൽ കൊള്ളക്കാർ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. ASI മോണുമെന്റ് പ്രോപ്പർട്ടികളെ സംരക്ഷിക്കും. ചമ്പൽ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന ഉളുപ്പില്ലാത്ത ദേവസ്വം മാഫിയ അയ്യപ്പന്റെ സ്വർണം കട്ടു, വൈക്കത്തുനിന്ന് സ്വർണം കട്ടു, എത്രയോ അമ്പലങ്ങളിൽ ഇന്നിങ്ങനെ കട്ട് കാണും. ഇവരെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇനി 2 ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരിയൊക്കെ വളരെ ചെറിയ മീനുകളല്ലേ? ഇവരുടെ പുറകിൽ നിൽക്കുന്ന പോളിസി ഡിസിഷൻ മേക്കേഴ്സ് അല്ലേ? ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാഷ്മിയുടെ വീട്ടിൽ നിന്ന് 10 പവൻ എടുത്തോണ്ട് പോയി. എന്റെ വീട്ടിൽ നിന്ന് 10 പവൻ പണിക്ക് എടുത്തോണ്ട് പോയി. 39 ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരന്റെ വീട്ടിൽ എത്തിയില്ല. ഹാഷ്മി വിളിച്ചു ചോദിക്കൂലേ, എന്താ ദേവസ്വം ബോർഡ് വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡിന് അറിയാം അവിടെ എത്തൂല എന്ന്. ദേവസ്വം ബോർഡിന് ആ പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി കമ്മീഷൻ 1. 2, രണ്ടാമതൊരു വ്യാജപാളി നിർമ്മിക്കണം. എനിക്ക് പറയുന്നതിൽ മനസ്സ് നുറുങ്ങുന്ന വേദനയുണ്ട്. ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയ 42.8 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്ന, തിരിച്ചു വന്ന 38.5 കിലോഗ്രാം ഭാരമുള്ള വേറൊരു പാളിയാണ്. ആ പാളിയിൽ നിന്നാണ്, ആദ്യത്തെ പാളിയിൽ നിന്നാണ് 1.5 കിലോഗ്രാം സ്വർണം മാറ്റിയിട്ട് 361 ഗ്രാമിന് പുതിയ ചെയ്തത്. ഇപ്പം ഹൈക്കോടതി വി ഹാവ് ഡൗട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്ന വിധിന്യായത്തിൽ. ഡൗട്ട് ഒന്നും വേണ്ട, വേറെ പാളി തന്നെയാണ്.
വേറെ പാളി അവിടെ കൊണ്ടുപോയി നിർമ്മിച്ചു. രണ്ടാമത്തെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പറയുന്നുണ്ട്, ആദ്യത്തെ പാളി നശിച്ചുപോയി ഞങ്ങൾ സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഒരു ഒക്ടോബർ 2 2024 ഇയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എഴുത്തയക്കുന്നുണ്ട്, ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ എഴുത്തയക്കുന്നുണ്ട്, എനിക്ക് വേറെ ഒരു പാളികളും കൂടെ സ്ട്രോങ് റൂമിലുണ്ട്, അത് വേണം, അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് ക്യാഷിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഈ ചെലവ് കുറയ്ക്കാനാണ്. ഇത് ഒക്കെ ഡോക്യുമെന്റ് നിർമ്മാണമാണ്, വ്യാജരേഖ ചമയ്ക്കലാണ്. ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം അംഗങ്ങളിലേക്ക് വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.